മുക്കാളിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മീത്തലെ മുക്കാളി അടിപ്പാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് മുൻ മന്ത്രി കെ.പി. മോഹൻ സമരപന്തലിലെത്തി. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഹാർബറിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുക്കാളി അടിപ്പാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം നടന്നുവരുന്നത്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരപന്തലിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഐക്യദാർഢ്യവുമായി മുൻ മന്ത്രി കെ.പി. മോഹൻ സമരപന്തലിലെത്തി. ഒരുപാട് ആളുകൾ വരുന്നത് മിനി ലോറിയിലും അതോടൊപ്പം തന്നെ ചെറിയ കുത്തിവയ്ക്കലും ഒക്കെ തന്നെയായിട്ട് വരുന്നുണ്ട്. 1, 2, 3, 4 പ്രാവശ്യം വരുന്നവരാണ് ഞങ്ങൾ എല്ലാവരും പറയുന്ന ഞങ്ങൾ പൂക്കോട്ട് മീൻ കടയിൽ പോയിട്ട് വാങ്ങാമെന്ന് പറയും. അപ്പോൾ പൂക്കോട്ടുള്ള ആ പ്രദേശത്ത് നിന്ന് ദിവസവും 2, 3 ടിപ്പർ ലോറി ചെറിയ ലോറിയിലടക്കം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഏകദേശം 5-10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തിരിച്ചു വരുന്ന രൂപത്തിലേക്കുള്ള ഒരു രീതിയാണ് പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് ഈ അണ്ടർപാസ് ഇല്ലെങ്കിൽ. അപ്പോൾ അണ്ടർപാസ് നിർബന്ധമാണ്. വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. അപ്പോൾ അണ്ടർപാസ് എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അത് ഈ ഹാർബറുമായി ബന്ധപ്പെടുന്ന മത്സ്യബന്ധനക്കാരുടെയും അതോടൊപ്പം തന്നെ മത്സ്യം വിറ്റ് ജീവിക്കുന്നവരുടെയും ഒക്കെ തന്നെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് നമ്മൾ ഈ വഴിയെ കാണുന്നത്. അപ്പോൾ ആ വഴി തടസ്സപ്പെടുത്താതെ നോക്കാൻ ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വരണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റർ, കളക്ടർ അടക്കമുള്ളവർ ഇരുന്നു കൊണ്ട് അതിന് രൂപമുണ്ടാക്കി ഇവിടുത്തെ MLA-യും MP-യും ഒക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ദേശീയപാത അതോറിറ്റി ഇതിന്റെ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വാശിയാണ്. MV ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ N. വേണു, അഡ്വക്കേറ്റ് ആശിഷ് ചോമ്പാല, അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VP ജയൻ, M. പ്രമോദ്, സുഗതൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.